ദൈവത്തിന്റെ വചനം ഏതെല്ലാം തമിഴുകളിൽ പ്രഘോഷിക്കപ്പെടുന്നുവോ, ഏതെല്ലാം സ്ഥലങ്ങളില് പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെ സമാധാനം, യേശുവിന്റെ സമാധാനം ആ പ്രദേശത്തേക്ക് വരികയാണ്. ഇത് പാപത്തിന്മേൽ അധികാരമുള്ള നാമമാണ് യേശുവിന്റെ നാമം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, യോഗത്തിന് മേൽ അധികാരമുള്ള നാമമാണ് യേശുനാമം. പ്രിയമുള്ളവരെ, ശാപത്തിന്റെ മേൽ അധികാരമുള്ള നാമമാണ് യേശുനാമം. പ്രിയമുള്ളവരെ, മരണത്തിന് മേൽ അധികാരമുള്ള നാമമാണ് യേശുനാമം. ഈ യേശുനാമമാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. പക്ഷെ കേൾക്കുവാൻ പലപ്പോഴും നമുക്ക് എന്തില്ല, സമയമില്ല. അല്ലേ? ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒന്നില്ല, പണമുണ്ട്, എന്തില്ല, സമയമില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ വചനം ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കില്ലെങ്കിൽ ഈ ആലക്കോട് കണ്ണിലെ മണൽത്തരികൾ ഇപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ, മകളെ, നീ അല്പസമയം എന്താണ് ദൈവമായ കർത്താവ് നിന്റെ കാതുകളിൽ വചനം അലയടിക്കുന്നത് എന്ന് ഒന്ന് താഴ്മയോട് നീ നിന്ന് ശ്രമിച്ച് നീ രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനാൽ മാത്രമാണ്. ആമേൻ. ഒരുപക്ഷെ ചില ആളുകൾ ചോദിക്കുന്നത്, ഞങ്ങളൊക്കെ ഇത്രയും കാലം പ്രാർത്ഥിച്ചത്, ആരാധിച്ചത് ദേവന്മാരോടല്ലേ, ദൈവത്തോടല്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരു ദൈവം മാത്രമേ ഉള്ളൂ. എല്ലാവരെയും സൃഷ്ടിച്ചത് ഒറ്റ ദൈവത്തിൽ നിന്നാണ്. മനുഷ്യരാണ് മതങ്ങളെ സൃഷ്ടിച്ചത്, മനുഷ്യരാണ് പല ദൈവങ്ങളെ സൃഷ്ടിച്ചത്. എന്നാൽ പ്രിയമുള്ളവരെ, ആകാശത്തിന് കീഴില് മനുഷ്യരക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമം എഴുതപ്പെട്ടിട്ടില്ല യേശുനാമമല്ലാതെ എന്ന് അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനം പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞൊരു നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. എന്താണ് നോമ്പ്? പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടും വിഷമിക്കുന്ന മക്കളെ കാണാതെ എന്ത് നോമ്പ് നീ ആചരിച്ചാലും അത് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകാര്യമാകണമോ? പ്രിയമുള്ളവരെ, വിഷമിക്കുന്ന മക്കൾക്ക് നീ അപ്പമായി മാറാതെ നീ ദേവാലയങ്ങളില് അല്ലെങ്കിൽ മോസ്കില് അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോയി, നമ്മളൊക്കെ എല്ലാവരും പല മതത്തിൽപ്പെട്ടവരെ നോമ്പാചരിക്കുന്നവരാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യർ നമ്മുടെ ചുറ്റും വസിക്കുമ്പോൾ അവരിൽ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ അത് വ്യക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നോമ്പ് എന്ന് പറയുന്നത് ത്യാഗത്തിന്റെ, അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണെന്ന് നോക്കുന്നത് ഓരോ വർഷങ്ങളിലും. ഈ വർഷങ്ങളിൽ നോമ്പാചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷങ്ങൾ എന്തെല്ലാം ദൈവഗതത്തിലെ ഇഷ്ടമില്ലാത്ത ഹിന്ദയുടെ മേഖലകളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടോ, ആ വഴിയിലെല്ലാം തിരിഞ്ഞ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ നമ്മുടെ പാപക്കറകൾ എല്ലാം ഓർത്ത് അത് അനുദപിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് ഈ 50 നോമ്പ് നമ്മൾ ആചരിക്കണം. അല്ലാതെ മനുഷ്യരെ കാണാൻ, നിന്റെ സഹജീവികളെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും, മനുഷ്യരെല്ലാവരും പാപത്തിൽ ജീവിക്കുന്നവരാണ്. ആരാ പരിശുദ്ധന്മാര്? വിശുദ്ധ ഗണത്തിൽ നമുക്കറിയാം, വിശുദ്ധ ജീവനം നയിച്ച് ഇന്ന് പല വിശുദ്ധന്മാരെയും നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാൽ ഇന്ന് നമ്മളെല്ലാവരും പാപികളാണ് മനുഷ്യരെ സംബന്ധിച്ച്. എന്നാൽ പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്, അവനെ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്നെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്ര അധികമായി സ്നേഹിക്കുമെന്ന്.